ഓരോന്നോരോന്നായി വന്ന ആഞ്ഞു കുത്തിയിട്ടും തളരാതെ വിധിയുടെ ക്രൂരതകളെ അതിജീവിച്ച് ജീവിതത്തിന്റെ പുതിയൊരു തീരത്തിലേക്ക് അടിയുറച്ച ചുവടുകളോടെ ശ്രുതി ഇപ്പോഴും പദമൂന്നുകയാണ്. വയനാട് ചൂരൽമലയിൽ പെയ്തിറങ്ങിയ പ്രളയവും ഉരുളും തട്ടിയെടുത്ത ശ്രുതിയുടെ പ്രിയപ്പെട്ട അച്ഛനെയും അമ്മയും ഒരേ ഒരു സഹോദരിയുമായിരുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ നേറുന്ന വേദനയിൽ നിൽക്കുമ്പോഴായിരുന്നു ജീവന്റെ പകുതിയായിരുന്ന കാമുകൻ ജെൻസനെ വാഹനാപകടത്തിന്റെ രൂപത്തിൽ കാലം കവർന്നത്. ഉടൻ വിവാഹം നടത്തണമെന്നും ആഘോഷമൊന്നുമില്ലാതെ താലികെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോയി താൻ സുരക്ഷിതയാക്കിക്കൊള്ളാം എന്ന് ജെൻസൺ വാക്കു നൽകുകയും കൈപിടിക്കുകയും ചെയ്തവനായിരുന്നു ഒരു അപകടത്തിൽ മരിച്ചത്. ആ ഒരു അപകടത്തിൽ ജെൻസനോടൊപ്പം കൂടെ ഉണ്ടായിരുന്നതും ശ്രുതി തന്നെയായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ ദുഃഖം. കണ്ണീർ കടൽ മാത്രം ബാക്കിയായ ജീവിതത്തിൽ ഇനി പ്രകാശത്തിന്റെ പുതിയൊരു വെളിച്ചം കടന്നു വരികയാണെന്നാണ് ശ്രുതി വിവാഹിതയാകുന്നു എന്ന വാർത്തയിലൂടെ എല്ലാവർക്കും മനസ്സിലാകുന്നത്. ജീവിതത്തിലെ ഈ അപൂർവ സന്തോഷ വാർത്ത ശ്രുതി തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പ്രിയപ്പെട്ടവരെ അറിയിച്ചതും. നിമിഷങ്ങൾക്കകമാണ് ഈ വാർത്ത മലയാളക്കര ഒന്നാകെ ഏറ്റെടുത്തത്. അതിജീവനത്തിന്റെ പ്രതീകമായ പെൺകുട്ടിയുടെ പുതിയ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ ആശംസകൾ ചൊരിഞ്ഞുകൊണ്ടെത്തുന്നത്. ഉരുൾപൊട്ടലിൽ കറുത്ത നാളുകളിൽ കുടുംബത്തിലെ 9ഓളം പ്രിയപ്പെട്ടവരെയാണ് ശ്രുതിക്ക് നഷ്ടമായത്. ആ ദുരന്ത ഭൂമിയിൽ നിന്നും ശ്രുതിക്ക് ശേഷിച്ച ഏക ആശ്വാസം കുഞ്ഞുനാൾ മുതലേ തനിക്ക് തണലായി നിന്ന പ്രിയപ്പെട്ട ജെൻസൺ മാത്രമായിരുന്നു. എന്നാൽ ആ ആശ്വാസത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഇരുവരും ഒന്നിച്ചുള്ള യാത്രക്കിടയിലായിരുന്നു വാഹനാപകടത്തിൽ ജെൻസനും ശ്രുതിയെ തനിച്ചാക്കി മടങ്ങിയത്. തുടർച്ചയായ ആഘാതങ്ങളിൽ പകച്ചുപോയ ശ്രുതിയെ കേരള സമൂഹം മുഴുവൻ തങ്ങളിൽ ഒരാളായി നെഞ്ചിലേറ്റുകയായിരുന്നു. ഇന്ന് ആ പെൺകുട്ടി സുമംഗലിയായി പടിയിറങ്ങുമ്പോൾ മലയാളികൾക്കും അഭിമാനവും മലയാളികളുടെ പ്രിയപ്പെട്ട എല്ലാം തന്നെ ആയിരുന്ന പെൺകുട്ടി കൈപിടിച്ചിറങ്ങുന്നത് പോലെയാണ് തോന്നുന്നത്. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ തനിച്ച് വീണുപോയ പെൺകുട്ടി സർക്കാർ ജോലി നൽകി കൈപിടിച്ചുയർത്താൻ ഭരണകൂടവും ഒപ്പം നിന്നു എന്ന് തന്നെ പറയാം. വയനാടിന്റെ നൊമ്പരമായി മാറിയ ശ്രുതിയുടെ ഓരോ കുഞ്ഞു ചലനങ്ങളും മലയാളികൾ എന്നും തന്നെ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളികളുടെ വേദനകളുടെ കൊടുമുടിയിൽ നിന്ന് സ്വയം വീണ്ടെടുത്തു. ജീവിതത്തെ തിരികെ പിടിക്കാൻ ശ്രുതി കാണിച്ച ആർജവും ധൈര്യവും ഏവർക്കും മാതൃകയാണ്. കനത്ത ഇരുട്ടിന് ശേഷം ഒരു പുലരിയുണ്ടെന്ന വലിയ സത്യമാണ് ശ്രുതിയുടെ ഈ പുതിയ സന്തോഷ വാർത്ത നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കൈവിട്ടുപോയ സന്തോഷങ്ങൾ തിരികെ പിടിക്കാൻ ശ്രുതി ഇനി പുതിയ ജീവിതം പങ്കാളിക്കൊപ്പം മുന്നോട്ട് നടക്കും. ശ്രുതി പങ്കുവച്ച ചിത്രങ്ങൾക്കും കുറിപ്പുകൾക്കും താഴെ നിറയുന്നത് കേവലം ആശംസകൾ മാത്രമാണ്. ഒരു നാടിനെ മുഴുവൻ സ്നേഹവും കരുതലുമാണ്. ഞങ്ങളുടെ സ്വന്തം മകൾ, ഇനി ഒരിക്കലും നിന്റെ കണ്ണുകൾ നിറയരുത്. ദൈവം നിനക്ക് വലിയ സന്തോഷങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെ ഹൃദയം തൊടുന്ന കമന്റുകൾ മലയാളികൾ കുറിക്കുന്നു. ദുരിതങ്ങൾ തകർത്തെറിഞ്ഞ ഒരു അധ്യായമായിരിക്കും ഈ വിവാഹം. ഈ മനോഹര വിവാഹം എന്നും ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. കഴിഞ്ഞ കാലത്തെ കണ്ണീർപ്പാടുകൾ മാഞ്ഞു പോവില്ലെങ്കിലും ഇനിയുള്ള നാളുകളിൽ പുഞ്ചിരി മാത്രം ആ മുഖത്ത് വിരിയട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ശ്രുതി എന്നും ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കൂ. എന്നും എല്ലാവരോടൊപ്പം നിൽക്കൂ. എല്ലാവരും വളരെയധികം സങ്കടമാണ് ഇപ്പോൾ ഓർക്കുമ്പോൾ തന്നെ. എന്നാൽ ഓർക്കാതിരിക്കൂ. പുതിയ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ എല്ലാവരും അത് കണ്ട് സന്തോഷിച്ചോളും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.